അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സഹോദരന്മാർ, സഹോദരികൾ, ആരെങ്കിലും സഹോദരികൾ കേൾക്കുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ തുറന്നു വെക്കുമ്പോൾ. അപ്പോൾ അവർക്കും കൂടി അഭിസംബോധന ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ സ്ഥാനനിർണയത്തിനെ പറ്റിയുള്ള 5ാമത്തെ ക്ലാസ്സിൻ്റെ തുടക്കമാണ്. ഇതിൽ ഞാൻ ചില ബൂസൂലിനെ പറ്റി സംസാരിച്ചിരുന്നു. ബൂസൂലി എന്ന് പറഞ്ഞാൽ തെക്ക് വടക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു കാന്തിക ശക്തി. ഇതുണ്ടാവും, ഇതിൽ കാണുന്നുണ്ടാവും. ഇതിലിതാ ഈ ശക്തി, ഇതിൻ്റെ മന വടക്കോട്ടായിട്ട് നിൽക്കുള്ളൂ. ഏത് സമയത്ത് എവിടെ ചെന്നാലും വടക്കോട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ മറ്റേ ഭാഗം തെക്കോട്ടാണ്. അത് ആ കാന്തത്തിനെ കാണിക്കുന്ന ഒരു യുക്തിയാണിത്. ഇതുണ്ട് കാന്തശക്തി രണ്ടും, അതിൻ്റെ ന്യൂട്രും കൂടി തുടിച്ചാൽ കിട്ടൂല. ദാണ്ടും കൂടി ആടിക്കൊണ്ടിരിക്കും. എന്താ ഈ പുള്ളിയുള്ള 2 ഭാഗം കൂടി തുടിച്ചാൽ തൊടൂല. ആ സമയത്ത് പുള്ളിയുള്ളൊരു ഭാഗം, പുള്ളിയില്ലാത്തൊരു ഭാഗം കൂടി തുടിച്ചാണ്ടാവും. ഇങ്ങനത്തെ ഒരു ഇതുണ്ട് നമ്മളെ ഭൂമിൻ്റെ സെൻറ്ററിൽ അള്ളാഹു ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ഭാഗം ന്യൂട്രൽ, ഒരു ഭാഗം പീസ്. അപ്പോൾ വടക്കോട്ട് അതിൻ്റെ മന തിരിഞ്ഞേക്കും. അത് നിങ്ങൾക്ക് ശരിക്ക് നല്ല തുരുമ്പാകാത്ത നല്ല സൂചി എടുത്തിട്ട് അളകാത്ത ഒരു ഗ്ലാസ് വെള്ളത്തിൽ അവിടെ ഇട്ടാൽ, നിങ്ങൾ കേക്ക് പടിഞ്ഞാറായിട്ടാണ് ഇട്ടതെങ്കിൽ അത് തിരിഞ്ഞ് ആ സൂചിൻ്റെ മന വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തരും വിവരം അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂചിൻ്റെ മന തിരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടാൽ വെള്ളത്തിൽ താന്നു പോകരുത്. അത് താകാതെ മെല്ലെ വെക്കണം. ഒരു ഈർക്കിളിയിൽ പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കും. ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ആ വെള്ളത്തിൽ നേരെ തെക്ക് വടക്കായിട്ട് നിൽക്കും ആ സൂചി. അതുപോലെ തന്നെ നൈർമല്യമായ ഒരു ബ്ലേഡ്, ഏറ്റവും കനം കുറഞ്ഞ മുടിയോ അല്ലെങ്കിൽ അതിലും കനം കുറഞ്ഞ സാധനം എന്താ വെച്ചാൽ അതിമ കെട്ടി തൂക്കിയാൽ അത് തെക്ക് വടക്കായിട്ട് നിൽക്കും. ഇതാണ് മൂസൂലിൻ്റെ യുക്തിപരമായുള്ള ഭാഗങ്ങൾ. അത് പല കമ്പനികളും പല രൂപത്തിലും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ പല കമ്പനികളും പല രൂപത്തിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമുക്കത് കാണാനും വാങ്ങിക്കാനും കിട്ടും. ആ വാങ്ങിക്കാൻ കിട്ടുന്ന ആ രൂപത്തിൽ ആണ് ഇപ്പോൾ ഈ ബൂസൂലൊക്കെ പല സ്ഥലത്തുനിന്നും കൊടുന്നിട്ടുണ്ട്. അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന ബൂസൂലാണ് ഈ വാങ്ങിച്ച് കൊടുത്തിട്ട് അതിമേ ഈ വെച്ചിട്ട് ലെവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ബൂസിൻ്റെ ചെറിയ ഹിക്മത്ത് ഞാൻ കാണിച്ചെന്ന് മാത്രം. വേണ്ട, ഇതിൻ്റെ അങ്ങനത്തെ ഭാഗങ്ങൾ അടുക്കൂല. ആ സമയത്ത് അടുക്കൂല. ഇത് ഇങ്ങനെ അടുക്കൂല. ആ സമയത്ത് ഇതിൻ്റെ പുള്ളിയുള്ള ഭാഗം അടുക്കും. പുള്ളിയുള്ള ഭാഗം, പുള്ളിയില്ലാത്ത ഭാഗം എന്താ എടുക്കണം. ഇത് കൊള്ളാൻ കിട്ടുന്നതാണ്. ഞാനതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് കാണിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരും നേരിട്ട് ഉള്ള രൂപത്തിൽ. അപ്പോൾ ബൂസൂലിൻ്റെതാ. അങ്ങനത്തെ ബൂസൂലിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു പ്ലാൻ കുറ്റിയിറക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഏതാണ് നമ്മൾ നിർത്തേണ്ടതെന്ന് നമ്മൾ നോക്കണം. എങ്ങനെ നോക്കണം? നമ്മളൊരു റെഡി റെഗുലർ മട്ട, അതായത് ബൂസൂലടക്കമുള്ള ഒരിത് വെച്ചിട്ട് ആ സ്ഥലത്ത് പോയി ഇരുന്നിട്ട് ഇങ്ങനെ ഇത് വരത്തി വെച്ചാൽ കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് ഇങ്ങനെ. എന്നിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് തെക്കിൽ നിന്ന് വടക്കോട്ട് എത്ര മീറ്റർ എന്ന് നമ്മൾ അളന്ന് കണക്കാക്കണം. ആ മീറ്റർ അളന്ന് കണക്കാക്കുന്നതിനൊക്കെ ചില സ്വഭാവങ്ങളുണ്ട്.
ഇൻഷാ അല്ലാഹ് ആ സ്വഭാവങ്ങൾ ഞാൻ പറയും. അങ്ങനെ ഏത് ഭാഗത്താണ് അടുക്കള വരുന്നത് ഈ പ്ലാനിൽ, ഒരു പ്ലാൻ 8 രൂപത്തിൽ മാറ്റാം. ഒന്നിങ്ങനെ മാറ്റാം, ഒന്നിങ്ങനെ മാറ്റാം, ഒന്നിങ്ങനെ മാറ്റാം, ഒന്നിങ്ങനെ മറിച്ച് മാറ്റാം, അപ്പുറം അങ്ങ് 8 രൂപത്തിൽ മാറ്റാം. അതൊക്കെ സ്ഥാനം നോക്കുന്നവൻ്റെ ബുദ്ധിയാണ്. അപ്പോൾ ആ ബുദ്ധി അനുസരിച്ചാണ് അവൻ ദിശാബോധത്തിൽ എൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിനാണ് സ്ഥാനം നോക്കുക എന്ന് പറയുന്നത്. അത് 3 സെൻറ്റിൽ മുതൽ 30 സെൻറ്റ്, 40 സെൻറ്റ്, പഴയ കാലത്ത് 2 ഏക്കർ 3 ഏക്കറിലൊക്കെ എവിടെയെങ്കിലും കുറ്റിയരച്ച് പോയാൽ മതി. അപ്പോൾ അത് പറ്റൂല. വളരെ തുച്ഛം സ്ഥലങ്ങളാണ്. ആ തുച്ഛം സ്ഥലത്തും കൂടി ആ കുറ്റിയിറക്കേണ്ടതും അതിൻ്റെ രൂപങ്ങളും ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. അപ്പോൾ അതിലേക്ക് ക്ലാസ്സിലേക്ക് ഞാൻ വരും ഇൻഷാ അല്ലാഹ്. ഇനി കഅബം എങ്ങനെയാണ് നിൽക്കുന്നത്, അതിൻ്റെ നിപ്പ് എങ്ങനെയാണ്, അത് തെക്ക് വടക്കായിട്ടോ കിഴക്ക് പടിഞ്ഞാറായിട്ടോ കഅബത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തിൽ എന്തെല്ലാം നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ വിശദീകരിക്കും. എൻ്റെ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങളിങ്ങനെ അതിനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമ്മളെ തയ്യിബ് തങ്ങളാണ് ഇതിലേക്ക് എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്. അതുവരെ മൂപ്പരായിട്ട് വലിയ കാര്യപ്പെട്ട മനുഷ്യനാണ്, പക്ഷേ ബാല്യക്കാരനാണ്. അതുകൊണ്ടിട്ട് വയസ്സന്മാരെ മാതിരിയല്ലല്ലോ, അവർക്ക് ബുദ്ധി ലേശം കൂടി ഒരുമിച്ച് നിൽക്കും, വയസ്സന്മാർക്കൊക്കെ ഒരുമിച്ച് നിൽക്കില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു അദ്ദേഹത്തിനും എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു യഹപര സൗഖ്യം തരട്ടെ. ഈ അവസാനത്തെ 10 ആയത് കൊണ്ടിട്ട് ഈ 10 നരകത്തിന് തൊട്ട് എത്തുകയില്ല, സ്വർഗത്തിൽ ഏറ്റുന്ന സജ്ജനങ്ങളാൽ അള്ളാഹു നമ്മളെ ആക്കി തീർക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഞാൻ അവതരിപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.